السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ചെറുഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നിസ്കാരത്തിൻ്റെ 14 റുക്നുകളിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. നിസ്കാരത്തിൻ്റെ റുക്നുകൾ 14 എണ്ണമാകുന്നു. നിസ്കാരത്തിൻ്റെ റുക്നുകളിൽ ഒന്നാമത്തേത് അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിൽക്കുക. 2 വ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന തക്ബീർ. 3 വ ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ. 4 അർ-റുകൂഅ്. 5 വർ-റഫ്ഉ മിൻഹു, റുകൂഇൽ നിന്നും ഉയരൽ അഥവാ അൽ-ഇഅ്തിദാൽ. 6 അസ്-സുജൂദു അലൽ അഅ്ളാഇ സബ്അതി, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യൽ. 7 അൽ-ഇഅ്തിദാലു മിൻഹു, അഥവാ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ നേരെ ഇരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ അതിലെ ഏതാനും ചില മസ്അലകൾ നമ്മൾ പറഞ്ഞിരുന്നു. വൽ-ഇഅ്തിദാലു മിൻഹു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു സുജൂദിൽ നിന്നും നേരെ ആവണം. എന്തുകൊണ്ടാണ് അത് പ്രത്യേകം റുക്നായി വന്നത്? കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. അഥവാ സുജൂദിലേക്ക് പോയ ഒരാൾ സുജൂദിൽ നിന്നും ഉയർന്ന് നേരെ ആവണം. പല ആളുകളും സുജൂദിൽ നിന്ന് ഉയരും, എന്നിട്ട് വീണ്ടും അടുത്ത സുജൂദിലേക്ക് പോകും. അങ്ങനെ ആവരുത്. പണ്ഡിതന്മാർ പറഞ്ഞു, അവയവങ്ങൾ സാധാരണഗതിയിൽ ആവുന്നതുവരെ ഒരാൾ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ഇരിക്കണം. അത് റുക്നാണ്. അതിൽ ഒരാൾക്ക് അപാകത സംഭവിച്ചാൽ റുക്ൻ ഒഴിവാക്കി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യം സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം 4ാമതായി പറഞ്ഞ റുക്ൻ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. 3 റുക്ൻ ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്. 4 മുതൽ അങ്ങോട്ട് ഇനിയും പറഞ്ഞു പഠിക്കണം. അർ-റുകൂഅ് വർ-റഫ്ഉ മിൻഹു വസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അതി വൽ-ഇഅ്തിദാലു മിൻഹു വൽ-ജൽസതു ബൈന അസ്-സജ്ദതൈൻ. 8 വരെയുള്ള റുക്നുകൾക്ക് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് 2 തെളിവുകളാണ്. വദ്ദലീലു ഖൗലുഹു തആല യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, നിങ്ങൾ റുകൂഅ് ചെയ്യുക, സുജൂദ് ചെയ്യുക. റുകൂഉം സുജൂദും ചെയ്യുക. വൽ ഹദീസു അൻഹു, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ദുമിൻ, സുജൂദിൽ 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ റുക്നുകളും അതിൻ്റെ തെളിവുകളും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകും. ഈ വിഷയം മുന്നേ നിസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുമ്പോൾ പറഞ്ഞതുമാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ വിശദീകരിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, തീർച്ചയായും ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തെ പിൻപറ്റപ്പെടുവാൻ വേണ്ടിയാണ്. ഫഇദാ കബ്ബറ ഫകബ്ബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക. വഇദാ റകഅ ഫർകഉ, അദ്ദേഹം റുകൂഅ് ചെയ്താൽ നിങ്ങളും റുകൂഅ് ചെയ്യുക. വഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അദ്ദേഹം ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ചവരുടെ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു. ഫഖൂലു, നിങ്ങൾ പറയുക, റബ്ബനാ വലക്കൽ ഹംദു,
റബ്ബനാ വലക്കൽ ഹംദു എന്ന് പറയുക, അല്ലാഹുവേ നിനക്കാകുന്നു സർവ സ്തുതിയും. വഇദാ സജദ ഫസ്ജുദു, ഇമാം സുജൂദിൽ പോയാൽ, സുജൂദ് ചെയ്താൽ നിങ്ങളും സുജൂദ് ചെയ്യുക. അഥവാ ഇമാമ് ഓരോ റുക്കിനും ചെയ്തു കഴിഞ്ഞാലാണ് നമ്മളും ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പലപ്പോഴും സംഭവിക്കാറുള്ള അബദ്ധങ്ങൾ നമുക്ക് കാണാം. ഇമാമു സുജൂദിൽ എത്തുന്നതിന് മുന്നേ മഅ്മൂമിങ്ങൾ ചിലപ്പോൾ എത്തും. അത് പാടില്ല. ഇമാമു സുജൂദിലെത്തണം, അപ്പോഴാണ് മഅ്മൂമിങ്ങൾ സുജൂദ് ചെയ്യാൻ ഒരുങ്ങേണ്ടത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല, അവിടുന്ന് ഇപ്രകാരം പറഞ്ഞാൽ, സമിഅല്ലാഹു ലിമൻ ഹമിദ, അഥവാ ഇഅ്തിദാലിലേക്ക് വന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞാൽ, ലം യഹ്നി അഹദും മിന്നാ ദഹ്റഹു ഹത്താ യഖഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദൻ സുമ്മ നഖഉ സുജൂദൻ ബഅദഹു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാൽ ചെയ്തു, ഇഅ്തിദാലിലെത്തി, എന്നിട്ട് അവിടുന്ന് സുജൂദിലെത്തിയാലല്ലാതെ നമ്മൾ നമ്മുടെ നടു കുനിക്കാറില്ല, അഥവാ നമ്മൾ സുജൂദിലേക്ക് പോവാൻ ഒരുങ്ങാറില്ല. അവിടുന്ന് സുജൂദിലെത്തിയാൽ നമ്മളും സുജൂദ് ചെയ്യും. ഇമാം അല്ലാഹു അക്ബർ എന്ന് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പറയും. അപ്പോൾ എന്ത് ചെയ്യരുത്? എടുത്തു ചാടി പോയി ഇമാമിന് മുന്നേ നമ്മൾ എത്തരുത്. മറിച്ച് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ പോയി കഴിഞ്ഞാലാണ് നമ്മളും പോകേണ്ടത്. ഇമാമിനെ നോക്കണോ, അത് നമ്മൾ കാണോ എന്നൊക്കെ സംശയം നമുക്കുണ്ടാവും. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ എത്തുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. അത് പിന്നിൽ നിൽക്കുമ്പോൾ പൊതുവെ മനസ്സിലാകും. പ്രത്യേകിച്ച് ആദ്യമുള്ള സഫിലെ ആളുകൾക്കത് കാണാൻ സാധിക്കും. പിന്നിൽ നിന്ന് നമ്മൾ എത്തി നോക്കണം എന്നില്ല. അതിനനുസരിച്ച് സുജൂദിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുജൂദിൽ പോകുമ്പോൾ ഇരു കൈപ്പത്തികളാണോ അതല്ല കാൽമുട്ടുകളാണോ ആദ്യം വെക്കേണ്ടത് ചർച്ചയുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്നാണ് അത്തരം ചർച്ചകൾ വന്നിട്ടുള്ളത്. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ നിസ്കാരത്തിൽ പല സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളുമായി നിങ്ങൾ സാദൃശ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദർസിൽ സുജൂദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നായ പരത്തി വെക്കുന്നത് പോലെ നിങ്ങൾ സുജൂദിൽ കൈകൾ പരത്തി വെക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സുജൂദിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈറു, നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുത്. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. രണ്ട് സഹാബികളിൽ നിന്നും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റിവായത്തിൽ ഈ പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, വൽയദ യദൈഹി ഖബ്ല റുക്ബതൈഹി, ഒരാൾ സുജൂദിലേക്ക് പോകുമ്പോൾ കാൽമുട്ടുകൾ വെക്കുന്നതിന് മുന്നേ രണ്ട് കൈകൾ വെക്കട്ടെ. ഈ ഹദീസിൽ കാൽമുട്ടുകൾക്ക് മുന്നേ കൈകൾ വെക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു റിവായത്തിൽ വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സജദ വദഅ റുക്ബതൈഹി ഖബ്ല യദൈഹി, അവിടുന്ന് രണ്ട് കൈകൾ വെക്കുന്നതിന് മുന്നേ അവിടുത്തെ രണ്ട് കാൽമുട്ടുകളാണ് സുജൂദിൽ വെച്ചത്. ഈ രണ്ട് ഹദീസുകളും പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? വ്യത്യസ്തങ്ങളായ രൂപമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല അറബികൾ വ്യാപകമായി ഒട്ടകത്തെ കാണുന്ന ആളുകളാണ്. ഒട്ടകം മുട്ടുകുത്തുക എങ്ങനെയാണ് എന്നതിലായി പിന്നീട് ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് രൂപവും ചെയ്തു. എന്നാൽ അവിടുന്ന് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ സുജൂദിലേക്ക് പോകരുത് എന്നും പറഞ്ഞു. അപ്പോൾ ഒട്ടകം മുൻപിലുള്ള രണ്ട് കാലാണോ കൈയാണോ ആദ്യം കുത്തുന്നത്, അതല്ല പിന്നിലുള്ളതാണോ എന്നതിലായി പിന്നീട് ചർച്ച. ഏതായിരുന്നാലും ഫൽ ഖുലാസ, ഈ പറഞ്ഞതിന്റെ ചർച്ചകളുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ആദ്യം കൈകുത്തിക്കൊണ്ടാണ് സുജൂദിലേക്ക് പോകുന്നത് എങ്കിൽ അയാളുടെ സുജൂദിന് യാതൊരു പ്രശ്നവുമില്ല. ഇനി ഒരാൾ ആദ്യം കാൽമുട്ടുകൾ കുത്തിക്കൊണ്ടാണ് സുജൂദിലേക്ക് പോകുന്നത് എങ്കിലും അയാളുടെ സുജൂദിനും യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ പാടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, സുജൂദിലേക്ക് ചാടി വീഴുന്നത് പോലെ, അഥവാ സാധാരണ പതുക്കെ പോകണം. അതല്ലാതെ സുജൂദിലേക്ക്
എടുത്തു ചാടി വീഴരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. മനസ്സിലായോ? ഇമാമു സുജൂദിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്ന് മുട്ട് നിലത്ത് കുത്തുന്ന വലിയ ഘോരമായ ശബ്ദങ്ങൾ വരെ പലപ്പോഴും കേൾക്കാറുണ്ട്. അതാണ് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം രണ്ട് തെളിവുകളും കൂടി ഒരുമിച്ച് ചേർക്കണം, ജമഅ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിന്റെ ആകത്തുക രണ്ട് രൂപത്തിലും നമുക്ക് ചെയ്യാം. എന്നാൽ എടുത്തു ചാടി വീഴരുത്, അത് വിലക്കപ്പെട്ട രൂപമാണ് എന്ന് ചുരുക്കം. ഇപ്പൊ സഹോദരങ്ങളെ, സുജൂദ് 7 അവയവങ്ങളിലായിക്കൊണ്ട് ചെയ്യുക. വൽഇഅ്തിദാലു മിൻഹു, സുജൂദിൽ നിന്നും ഉയർന്ന് ഇരിക്കുമ്പോൾ നേരെയാവണം, അവയവങ്ങൾ പൂർവസ്ഥിതിയിലേക്ക് വരണം. അതല്ലാതെ പകുതിയും ആവരുത്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആളുകൾക്കിടയിൽ കാണാവുന്ന ഒരു കാര്യമാണിത്. സുജൂദ് ചെയ്ത് അടുത്ത സുജൂദിന് വേണ്ടി ഇരിക്കുമ്പോൾ ഇഅ്തിദാൽ പാലിക്കപ്പെടാറില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് റുക്നാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വൽ ജൽസതു ബൈന സജ്ദതൈൻ, ഒരു സുജൂദ് കഴിഞ്ഞ് അടുത്ത സുജൂദ് ചെയ്യുന്നതിനിടയിൽ ഒരു ജൽസത്തുണ്ട്, ഒരു ഇരുത്തമുണ്ട്. അതും റുക്നാണ്. ഒരു സുജൂദ് കഴിഞ്ഞ് അടുത്ത സുജൂദിനിടയിൽ ഇരുത്തമുണ്ട്. അപ്പൊ ഇത്രയും റുക്നുകൾ ഒരൊറ്റ വരിയിൽ ഷെയ്ഖ് പറഞ്ഞു. അതിന് തെളിവുകളും പറഞ്ഞു. അതിനുശേഷം 9-ാമതായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വത്തുമഇനീനതു ഫീ ജമീഇൽ അഫ്ആൽ, മേൽ പറയപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും അഥവാ നിസ്കാരത്തിന്റെ റുക്നുകളിലെല്ലാം തുമഇനീനത്ത് വേണം, അടക്കം പാലിക്കണം. അടക്കം പാലിക്കുക എന്നത് നിസ്കാരത്തിന്റെ റുക്നാണ്. എന്താണ് അടക്കം പാലിക്കുക എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ റുക്നിന്റെ സന്ദർഭത്തിലും നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ട ദിക്ർ ചൊല്ലാനുള്ള സമയം. ഒരാൾ റുകൂഇലേക്ക് പോയി എന്ന് വിചാരിക്കുക. റുകൂഇലെത്തി സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയാൻ സാധിക്കുന്ന സമയം. അതാണ് തുമഇനീനത്ത് പാലിക്കുക എന്ന് പറഞ്ഞാൽ. നിസ്കാരത്തിൽ റുകൂഇൽ പോയി അടുത്തത്, അങ്ങനെയാണെങ്കിൽ തുമഇനീനത്ത് പാലിക്കപ്പെട്ടിട്ടില്ല. റുക്നുകളിൽ പഠിപ്പിക്കപ്പെട്ട ദിക്ർ ചൊല്ലാനുള്ള സമയമാണ് തുമഇനീനത്തിന്റെ സമയം. അടക്കം പാലിച്ചു എന്ന് പറയപ്പെടണമെങ്കിൽ അത് ചൊല്ലാനുള്ള സമയം നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. റുക്കൂ കഴിഞ്ഞു, ഇഅ്തിദാലിലേക്ക് വന്നു, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നേരെ നിന്ന് റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയാനുള്ള സമയം കിട്ടണം. റബ്ബനാ വലക്കൽ ഹംദ് സുജൂദിലേക്ക് പോകുമ്പോൾ അല്ല പറയേണ്ടത്, അവിടെ നിന്നുകൊണ്ട് പറയാനുള്ള സമയം കിട്ടണം. അതാണ് തുമഅനീനത്ത് പാലിക്കുക. സുജൂദിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അലാ, സുബ്ഹാന റബ്ബിയൽ അലാ, സുബ്ഹാന റബ്ബിയൽ അലാ, അത് പറയാനുള്ള സമയം എടുക്കലാണ് തുമഅനീനത്ത് പാലിക്കൽ. അല്ലാതെ വേഗത്തിൽ തിടുക്കത്തിൽ ചെയ്താൽ തുമഅനീനത്ത് പാലിക്കപ്പെടുകയില്ല എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് താഴെ വായിക്കും. 10-ാമത്തെ റുക്ൻ വത്തർതീബു ബൈനൽ അർക്കാൻ. 10-ാമത്തെ റുക്ൻ വത്തർതീബു ബൈനൽ അർക്കാനി, റുക്നുകൾക്കിടയിൽ തർതീബ് പാലിക്കണം. എന്താണ് തർതീബ് എന്ന് പറഞ്ഞാൽ? വഴിയായി ഓരോന്നും ചെയ്യണം. തക്ബീറത്തുൽ ഇഹ്റാം, റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത തർതീബിൽ തന്നെ ചെയ്യണം. അതല്ലാതെ തർതീബ് തെറ്റിക്കരുത്. നമ്മൾ വുദൂഇന്റെ സന്ദർഭത്തിൽ അത് പഠിച്ചിരുന്നു. വുദൂ ചെയ്യുമ്പോൾ തർതീബോടുകൂടി തന്നെ ആ കാര്യങ്ങൾ ചെയ്യണം. തർതീബ് തെറ്റിച്ചാൽ എന്തായി? റുക്ൻ ഇല്ലാതായി. തർതീബ് എന്നത് റുക്നുകളിൽ പെട്ടതാണ്. റുക്നുകൾക്കിടയിൽ തർതീബ് പാലിക്കണം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് അതിനുള്ള തെളിവ്. തർതീബിനെവിടെ തെളിവ് എന്ന് ചോദിച്ചാൽ അതിനുള്ള തെളിവ് എന്താണ്? അവിടുന്ന് പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, സല്ലൂ നിങ്ങൾ നിസ്കരിക്കുക, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തക്ബീർ ചെയ്തു, അതിനുശേഷമുള്ള കാര്യങ്ങൾ ചെയ്തു, പിന്നെ റുകൂഅ്, പിന്നെ ഇഅ്തിദാൽ, പിന്നെ സുജൂദ്, അതിനിടയിലുള്ള ഇരുത്തം, പിന്നെയും സുജൂദ്, അടുത്ത റക്അത്ത്, അങ്ങനെ ആ തർതീബ് കൃത്യമായി പാലിക്കപ്പെടണം. അതല്ല എങ്കിൽ നിസ്കാരത്തിന്റെ റുക്ൻ നഷ്ടപ്പെട്ടു, നിസ്കാരം തന്നെ ബാത്തിലായി പോകും. തുമഅനീനത്തിനും തർതീബിനും കൂടി ഷെയ്ഖ് റഹിമഹുല്ലാ ഒരു ഹദീസാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്.
വദ്ദലീലു ഹദീസുൽ മുസീഇ. ഈ പറയപ്പെട്ട രണ്ട് റുക്നുകൾക്കുമുള്ള തെളിവ് ഹദീസുൽ മുസീ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരാൾ നിസ്കരിച്ചപ്പോൾ നിസ്കാരത്തിൽ അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഹദീസുൽ മുസീ എന്ന വാക്ക് പിൽക്കാലത്തെ ആളുകൾ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ സഹാബിയാണ് മോശമായി നിസ്കരിച്ചത് എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഒരു സഹാബി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയലാണ് നല്ലത്. അൽ ഹദീസുല്ലദീ ലം യുഹ്സിൻ സലാതഹു, തന്റെ നിസ്കാരം നന്നാക്കാതിരുന്ന വ്യക്തിയുടെ ഹദീസ്. മോശമായി നിസ്കരിച്ച വ്യക്തിയുടെ ഹദീസ് എന്ന പ്രയോഗത്തെക്കാൾ കുറച്ചുകൂടി നല്ലതെന്താണ്? തന്റെ നിസ്കാരം നന്നാക്കാതിരുന്ന വ്യക്തിയുടെ ഹദീസ്. അത് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ഫായിദയാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ അർത്ഥം പറയുമ്പോൾ കുറച്ചുകൂടി സഹാബി ആയതുകൊണ്ട് സൂക്ഷ്മമായ വാക്കുകൾ പ്രയോഗിക്കുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ദഖല റജുലുൻ ഫസല്ലാ, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ അവിടേക്ക് മസ്ജിദിലേക്ക് കടന്നു വന്നു. ഫസല്ല, എന്നിട്ട് അദ്ദേഹം നിസ്കരിക്കുകയും ചെയ്തു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിന് ശേഷം നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, ഈ വന്ന വ്യക്തിയോട് പറഞ്ഞു, ഇർജഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. ഇർജഅ ഫസല്ലി, നീ തിരിച്ചുപോയി നിസ്കരിക്കുക. ഫഇന്നക ലം തുസല്ലി, തീർച്ചയായും നീ നിസ്കരിച്ചിട്ടില്ല. ഫഅലഹാ സലാസൻ, അദ്ദേഹം പോയി നിസ്കരിച്ചു, തിരിച്ചു വന്നു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പറഞ്ഞയച്ചു. വീണ്ടും അദ്ദേഹം പോയി തിരിച്ചു വന്നു. പിന്നെയും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അതുപോലെ തിരിച്ചയച്ചു. സുമ്മ ഖാല, മൂന്നാമത്തെ ഊഴവും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ്യൻ ലാ ഉഹ്സിനു ഗൈറ ഹാദാ ഫഅല്ലിംനി, താങ്കളെ നബിയായിക്കൊണ്ട് ഏതൊരുവനാണോ അയച്ചത് ആ അല്ലാഹു തന്നെ സത്യം. ലാ ഉഹ്സിനു ഗൈറ ഹാദാ, ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ എനിക്കറിയില്ല, എനിക്ക് സാധിക്കുകയില്ല. ഫഅല്ലിംനി, അല്ലാഹുവിന്റെ റസൂലെ അങ്ങനെക്ക് പഠിപ്പിച്ചു തന്നാലും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ ഖുംത ഇലസ്സലാത്തി ഫകബ്ബിർ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹദീസ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. ഇദാ ഖുംത ഇലസ്സലാത്തി ഫകബ്ബിർ, നീ നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഫകബ്ബിർ, അല്ലാഹു അക്ബർ എന്ന് പറയുക, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. സുമ്മ ഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, അതിനുശേഷം നിനക്ക് മനപ്പാടമുള്ള ഖുർആനിൽ നിന്ന് ആയത്തുകൾ, സൂറത്തുകൾ പാരായണം ചെയ്യുക. സുമ്മർക ഹത്താ തത്മഇന്ന റാകിഅൻ, അത് കഴിഞ്ഞാൽ നീ റുകൂഅ് ചെയ്യുക. ഹത്താ തത്മഇന്ന റാകിഅൻ, റുകൂഇലായിരിക്കുമ്പോൾ തുമഅനീനത്ത് പാലിക്കുന്നതുവരെ, റുകൂഇൽ അടക്കം പാലിക്കുന്നതുവരെ നീ റുകൂഅ് ചെയ്യുക. ഇപ്പം എന്ത് മനസ്സിലായി? അദ്ദേഹത്തിന് റുകൂഇൽ തുമഅനീനത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സുമ്മർഫ ഹത്താ തഅ്തദില ഖായിമൻ, റുകൂഇന് ശേഷം നീ ഉയരുക. ഹത്താ തഅ്തദില ഖായിമൻ, ഇഅ്തിദാൽ അഥവാ നേരെ നിവർന്ന് നിൽക്കുന്നതുവരേക്കും. ഇപ്പം ഇഅ്തിദാലിലും അതുപോലെ നേരെ നിർവഹിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദൻ, അതിനുശേഷം നീ സുജൂദ് ചെയ്യുക, സുജൂദിൽ നീ അടക്കം പാലിക്കുന്നതുവരെ. സുമ്മർഫ ഹത്താ തത്മഇന്ന ജാലിസൻ, സുജൂദിൽ നിന്നും നീ ഉയരുക, സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ തുമഅനീനത്ത് പാലിക്കുന്നതുവരെ. സുമ്മ ഫഅൽ ദാലിക ഫീ സലാതിക കുല്ലിഹാ, അതിനുശേഷം ഈ പറഞ്ഞ തുമഅനീനത്ത്, ഈ പറഞ്ഞ രൂപം നിന്റെ നിസ്കാരത്തിലുടനീളം നീ പ്രവർത്തിക്കുക, ചെയ്യുക. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ തുമഅനീനത്ത് വേണം. അതില്ലാതെ നിസ്കരിച്ച സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. 3 തവണ അത് ആവർത്തിച്ചു എന്ന് ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, തിരക്കിട്ട് നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ. ആദ്യം ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ തിരിച്ചു പോവുക, എന്നിട്ട് നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരം ശരിയാവുകയില്ല. തുമഅനീനത്തില്ലാതെ, അടക്കം പാലിക്കാതെ, തിരക്കുകൂട്ടി ഒരാൾ നിസ്കരിച്ചാൽ, നിസ്കാരത്തിലെ റുക്നുകൾ പാലിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ, ആ വ്യക്തിയുടെ നിസ്കാരം അത് ഫസാദായി പോകും, നിസ്കരിച്ചിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് എത്തും എന്നത് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 10 റുക്നുകളായി. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, വത്തശഹുദുൽ അഖീറു റുക്നുൻ, 11ാമത്തെ റുക്നാണിത്. വത്തശഹുദുൽ അഖീറു, അവസാനത്തെ തശഹൂദ്, റുക്നുൻ, അത് റുക്നാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിസ്കാരത്തിൽ നമുക്കറിയാം 5 നേരത്തെ നിസ്കാരങ്ങളിൽ സുബഹി ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള നിസ്കാരങ്ങളിലെല്ലാം 2 തശഹൂദ് ഉണ്ടാവും. എത്ര? 2. എപ്പോഴാണ്? 2ാമത്തെ റക്അത്തിലും പിന്നെ അവസാനത്തെ റക്അത്തിലും. അതിൽ 2ാമത്തെ റക്അത്തിൽ, അതല്ലെങ്കിൽ ആദ്യത്തെ തശഹൂദ് എന്നത് റുക്നല്ല, റുക്ൻ അല്ല. അത് ഷെയ്ഖ് നിർബന്ധ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയും. എന്താണ് റുക്നും നിർബന്ധ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 1ാമത്തെ തശഹൂദ് നിർവഹിക്കാതെ നിസ്കാരം പൂർത്തീകരിച്ചു, സലാം വീട്ടി. അപ്പോൾ അവിടുത്തോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹുവിന്റെ സുജൂദ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ അവസാനത്തെ തശഹൂദ് എന്നത് റുക്നാണ്, അതൊരാൾ ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലായി പോകും. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, കമാ ഫിൽ ഹദീസി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിൽ വന്നതുപോലെ അദ്ദേഹം പറഞ്ഞു, കുന്നാ നഖൂലു ഖബ്ല അൻ യുഫ്റള അലൈന തശഹൂദ്, തശഹൂദ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുന്നേ നമ്മൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു നിസ്കാരത്തിൽ, തശഹൂദിന്റെ ആ ഇരുത്തത്തിൽ, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി, അസ്സലാമു അലാ ജിബ്രീല വ മീകായിൽ, അള്ളാഹുവിന്റെ മേൽ രക്ഷയുണ്ടാവട്ടെ, ജിബ്രീലിന്റെയും മീകായിലിന്റെയും മേൽ രക്ഷയുണ്ടാവട്ടെ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അത് തിരുത്തി കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി എന്ന് നിങ്ങൾ പറയരുത്. ഫഇന്നല്ലാഹ ഹുവസ്സലാം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു അസ്സലാം, അവനാകുന്നു സമാധാനം നൽകേണ്ടവൻ, അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്, അവന് യാതൊരു ന്യൂനതകളുമില്ല എന്നെല്ലാം അസ്സലാം എന്ന നാമത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, വലാകിൻ ഖൂലു, മറിച്ച് നിങ്ങൾ തശഹൂദിൽ ഇപ്രകാരം പറയുക. എന്താണ് പറയേണ്ടത്? അത്തഹിയ്യാതു ലില്ലാഹി വസ്സലവാതു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം പറയുക, അത്തഹിയ്യാതു ലില്ലാഹ്, എല്ലാ അഭിവാദ്യങ്ങളും, അഥവാ ഈ ഓരോ വാക്കിന്റെ വിശദീകരണവും ഷെയ്ഖ് വിശദീകരിക്കുന്നുണ്ട്. അഥവാ എല്ലാ പരിപൂർണമായ മഹത്വവും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നിസ്കാരങ്ങളും, എല്ലാ വിശിഷ്ടമായ കാര്യങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഓ നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൽ നിന്ന് രക്ഷയുണ്ടാവട്ടെ, അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈന, ഞങ്ങളുടെ മേലും, വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, സാലിഹീങ്ങളായ നല്ലവരായ അടിമകളുടെ മേലും അള്ളാഹുവേ നിന്റെ രക്ഷയുണ്ടാവട്ടെ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും, വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ തശഹൂദ് പഠിപ്പിച്ചു കൊടുത്തു. വേറെ റിവായത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തശഹൂദിനെ കുറിച്ച് പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തശഹുദ് വകഫി ബൈന കഫൈഹി. ഈ തശഹുദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അഥവാ കൈ പിടിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. എത്രത്തോളം അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹൂദ് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് സഹോദരങ്ങളെ, തശഹൂദിന്റെ അൽഫാദുകൾ, വാക്കുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളായിരിക്കണം. തശഹൂദ് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നല്ലാതെ വേറെയും പല സഹാബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ അദ്ദേഹത്തിന്റെ മകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏത് റിവായത്ത് എടുത്താലും കുഴപ്പമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നിലധികം തശഹൂദ് ഒരു നിസ്കാരത്തിൽ ചൊല്ലേണ്ടതില്ല, ഒരു സന്ദർഭത്തിൽ ചൊല്ലേണ്ടതില്ല. ഏതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി. പൊതുവെ നമുക്കറിയാം അത്തഹിയ്യാത്തുൽ മുബാറകാതു എന്നും തശഹൂദുണ്ട്. അതിൽ സ്ഥിരപ്പെട്ട ഏത് തശഹൂദായാലും നമുക്ക് ചൊല്ലാവുന്നതാണ്. സഹോദരങ്ങളെ, ഷെയ്ഖ് ഇതിനു ശേഷം സലാത്തും പറഞ്ഞ് ആ ഭാഗം പൂർത്തീകരിക്കുകയാണ്. അഥവാ ബാക്കിയുള്ള റുക്നുകൾ ഇനി അങ്ങോട്ട് പ്രത്യേകം എടുത്തു പറയുന്നില്ല. അത്തശഹൂദുൽ അഖീർ അത് 11ാമത്തെ റുക്നാണ്. 12ാമത്തെ റുക്ൻ വൽ ജുലൂസു ലഹു, തശഹൂദിനു വേണ്ടി ഇരിക്കുക എന്നതാണ്. തശഹൂദിനു വേണ്ടി ഇരിക്കണം. തശഹൂദിനു വേണ്ടി എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ആ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇരുത്തം രണ്ട് രൂപത്തിലുണ്ട്. ഇഫ്തിറാഷിന്റെ ഇരുത്തമുണ്ട്, തവർറുക്കിന്റെ ഇരുത്തമുണ്ട്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വലതുകാൽ നാട്ടി വെച്ചുകൊണ്ട് ഇടതുകാലിന്മേൽ ഇരിക്കുന്ന രൂപത്തിനാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുക. മനസ്സിലായോ? പണ്ട് മദ്രസയിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇഫ്തിറാഷിന്റെ ഇരുത്തം, വലതുകാൽ നാട്ടിവെക്കുക, ഇടത്തെ കാലിന്മേൽ ഇരുത്തം ഉറപ്പിക്കുക, അതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. തവർറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വലതുകാൽ നാട്ടിവെക്കുകയും ഇടതുകാൽ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും നിലത്ത് ഇരുത്തം ഉറപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിനാണ് തവർറുക്കിന്റെ ഇരുത്തം എന്ന് പറയുക. ഈ രണ്ട് രൂപമുണ്ട് ഇരുത്തത്തിന്. ഏതൊക്കെയാണ് രണ്ട് രൂപം ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇതാണ് ഏത് ഇരുത്തത്തിന് എന്താ പറയുക? ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയും. അടുത്തത് ഇങ്ങനെ ഇരുത്തം, അഥവാ വലതുകാല് നാട്ടി വെച്ച് ഇടത്തേക്കാൽ പുറത്തേക്ക് വന്നു, എന്നിട്ട് ഇരുത്തം എവിടെയാണ്? നിലത്താണുള്ളത്. ഇതാണ് തവർറുക്കിന്റെ ഇരുത്തം. ബറക്കല്ലാഹു ഫീക്. ഇഫ്തിറാഷിന്റെ ഇരുത്തം, തവർറുക്കിന്റെ ഇരുത്തം. അവസാനത്തെ തശഹൂദിൽ ഏതിരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്? സുബഹി നിസ്കാരം നമുക്കറിയാം 2 റക്അത്ത് മാത്രമേ ഉള്ളൂ. ആ 2 റക്അത്തുള്ള നിസ്കാരത്തിൽ, അതല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ 2 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ ഏതിരുത്തിരിക്കണം? ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. അതല്ലാത്ത നിസ്കാരങ്ങളിൽ ആദ്യത്തെ തശഹൂദിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. റുക്നായ അവസാനത്തെ തശഹൂദിൽ തവർറുക്കിന്റെ ഇരുത്തവും ഇരിക്കണം. അത് തന്നെ കാല് വെക്കുന്ന രൂപങ്ങളിലൊക്കെ പല ചർച്ചകളുമുണ്ട്. അത് നമ്മൾ പഠിക്കണം. അതിലേക്ക് പോയാൽ ഒരുപാട് ചർച്ചകൾ നീളും. ഈ 2 രൂപങ്ങളിൽ ആദ്യത്തെ തശഹൂദിൽ എങ്ങനെ ഇരിക്കണം, രണ്ടാമത്തെ തശഹൂദിൽ എങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇരുത്തം എങ്ങനെയായിരിക്കണം? ഇരിക്കുമ്പോൾ കൈകൾ, അതുപോലെ കൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ നിസ്കാരം കണ്ട സഹാബികൾ പറഞ്ഞു. അവിടുന്ന് തക്ബീറും റുകൂഉം ഇഅ്തിദാലും സുജൂദും ഒക്കെ കഴിഞ്ഞ് ثم قعد وافترش رجله اليسرى
ووضع كفه اليسرى على فخذه وركبته اليسرى. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ തശഹൂദിന്റെ സന്ദർഭത്തിലെത്തിയപ്പോൾ അവിടുന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തമിരുന്നു. ووضع كفه اليسرى على فخذه وركبته اليسرى وجعل حد مرفقه الأيمن على فخذه اليمنى. അവിടുത്തെ ഇടതുകൈ എന്ത് ചെയ്തു? അവിടുത്തെ തുടയുടെ മുകളിൽ വെച്ചു. ഈ ഹദീസിൽ ഫഖിദിഹി വറുകുബതിഹി എന്ന് കാണാം. അഥവാ തുടയുടെയും കാൽമുട്ടിൻ്റെയും മുകളിൽ വെച്ചു. അപ്പം എങ്ങനെയായിരിക്കും? ഇത് നമ്മുടെ കാല് മടക്കി വെച്ചപ്പോൾ ഉള്ള രൂപമെന്ന് വിചാരിക്കാം. ഇരിക്കുമ്പോൾ കാല് മടക്കി വെച്ച രൂപമാണ് എന്ന് വിചാരിക്കുക. ഇത് തുടയുടെ ഭാഗം, ഇത് കാൽമുട്ട്. അപ്പം എങ്ങനെയായിരിക്കും? രണ്ടിന്മേലും ചേർത്ത് വെച്ചു. വേറെ ചില റിവായത്തിൽ മുകളിലേക്ക് തുടയുടെ മുകളിൽ മാത്രം വെച്ചു എന്നും കാണാം. രണ്ട് രൂപവും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജഅല ഹദ്ദ മിർഫഖിഹിൽ ഐമനി അലാ ഫഖിദിഹിൽ യുംന. അതുപോലെ വലത് കൈ അവിടുന്ന് എന്ത് ചെയ്തു? അവിടുത്തെ വലത് തുടയുടെ മുകളിൽ വരുന്ന രൂപത്തിലും വെച്ചു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇടതുകൈ തുടയുടെയും കാൽമുട്ടിൻ്റെയും മുകളിൽ വെച്ചു. വലത് കൈയുടെ അറ്റം അഥവാ കൈപ്പത്തിയുടെ മുകളിലുള്ള ഭാഗം വലത്തെ തുടയുടെ മുകളിൽ വെക്കുകയും ചെയ്തു. ثم قبض اثنتين من أصابعه وحلق حلقة. അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് വിരലുകൾ കൂട്ടിപ്പിടിച്ചു. വഹല്ലഖ ഹൽഖതൻ അഥവാ ഒരു വട്ടമുണ്ടാക്കി. പണ്ഡിതന്മാർ പറഞ്ഞു, വേറെ ചില റിവായത്തിന്റെ അടിസ്ഥാനത്തിൽ തശഹൂദിന്റെ സന്ദർഭത്തിൽ വലത്തെ കൈ വെക്കേണ്ട രൂപം ഒന്നല്ലെങ്കിൽ 3 വിരലുകൾ, ചെറുവിരൽ, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മോതിരവിരൽ, പിന്നെ നടുവിരൽ, ഈ 3 വിരലുകളും മടക്കി തള്ളവിരൽ അതിൻ്റെ മേൽ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ചൂണ്ടുവിരൽ ചൂണ്ടുകയും ചെയ്യുക. ഇതാണ് വട്ടമുണ്ടാക്കുന്നതിൻ്റെ ഒരു രൂപം. മനസ്സിലായോ? 3 വിരലുകളും ഈ വിരലും, എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. അതല്ലെങ്കിൽ നടുവിരലും തള്ളവിരലും ചേർത്ത് ഇങ്ങനെ വട്ടമുണ്ടാക്കുക. ചെറുവിരലും മോതിരവിരലും മടക്കി വെച്ചു, നടുവിരലും തള്ളവിരലും ചേർത്ത് വട്ടമുണ്ടാക്കി. ഇങ്ങനെയും വട്ടമുണ്ടാക്കുക എന്നതിന് രൂപം പറയപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടാലൊരു രൂപം സ്വീകരിക്കാം. 2 രൂപമായാലും പ്രശ്നമില്ല. ثم رفع إصبعه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിനു വേണ്ടി ഈ രൂപത്തിൽ ഇരുന്നു കൊണ്ട് റഫഅ ഇസ്ബഅഹു അവിടുത്തെ ചൂണ്ടുവിരൽ ഉയർത്തി എന്നും കാണാം. അവിടുത്തെ ചൂണ്ടുവിരൽ ഉയർത്തുകയും ചെയ്തു. ഫറഅയ്തുഹു. ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി പറയുകയാണ്, ഞാൻ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുഹർരികുഹാ യദ്ഉ ബിഹാ. ആ ചൂണ്ടുവിരൽ അവിടുന്ന് അനക്കുന്നുണ്ടായിരുന്നു, ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇമാം അന്നസായി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ വന്ന ഹദീസാണിത്. ഈ ഒരൊറ്റ ഹദീസിൽ മാത്രമേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹൂദിനു വേണ്ടി ഇരുന്നപ്പോൾ വിരൽ അനക്കിയിരുന്നു എന്ന കാര്യം വന്നിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹൂദിൽ വിരൽ അനക്കിയിരുന്നു എന്നതിന് ആകെ വന്ന ഒരു ഹദീസ് ഇതാണ്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട റിവായത്താണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ വിരൽ അനക്കാവുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു വിരൽ അനക്കാവുന്നതാണ്. വിരൽ അനക്കാത്ത വേറെയും തശഹൂദിന്റെ രൂപം വന്നിട്ടുണ്ട്. ഒരാൾ വിരൽ അനക്കി എന്നതുകൊണ്ട് അയാളുടെ നിസ്കാരത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഒരാൾ വിരൽ അനക്കിയില്ല എന്നതുകൊണ്ടും യാതൊരു പ്രശ്നവും ഇല്ല. ഇനി വിരൽ അനക്കേണ്ടത് എങ്ങനെയാണ്? ആളുകൾ പല രൂപത്തിലാണ് വിരൽ അനക്കുന്നത്. പല ആളുകളും ഇങ്ങനെ അതിവേഗത്തിൽ ചെയ്യുന്നതായി കാണാം.
ചില ആളുകൾ ഇങ്ങനെ തോണ്ടുന്നതായി കാണാം. ഇങ്ങനെ പല രൂപത്തിലാണ് വിരലുകൾ ആളുകൾ അനക്കുന്നത്. സുമ്മ യുഹർരികുഹ എന്ന് പറഞ്ഞാൽ, തഹ്രീക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. ചെറിയ രൂപത്തിലുള്ള അനക്കലാണ്. ചെറിയ രൂപത്തിലുള്ള അനക്കൽ മാത്രമാണ് അവിടെ ഉദ്ദേശം. അതല്ലാതെ ആളുകൾ പല രൂപത്തിൽ അനക്കുന്നതായി കാണാം. വട്ടമിട്ട് അനക്കുന്നതായി കാണാം, ഇടത്തോട്ടേക്ക് അനക്കുന്നതായി കാണാം, അതിവേഗത്തിൽ അനക്കുന്നതായി കാണാം. അതിനൊക്കെ എന്താണ് അടിസ്ഥാനം എന്നതറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നത് അതുപോലെ നമ്മൾ ചെയ്യുക. ഒരാൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ പേരിൽ തർക്കിക്കരുത്, അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കരുത് എന്ന് ചുരുക്കം. ഇനി ഒരാൾ വേറെ ഏതെങ്കിലും കോലത്തിൽ വിരൽ അനക്കുന്നത് കണ്ടാൽ സ്വകാര്യമായി അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയല്ല ചെയ്തത്, മറിച്ച് ഈ രൂപത്തിലാണ് എന്ന് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അത് ആ സുന്നത്ത് നടപ്പിലാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുക. അതല്ലാതെ ഒരു സുന്നത്തും ചെയ്യാത്ത രൂപത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, തശഹുദിനു വേണ്ടി ഇരിക്കുക എന്നത് 12ാമത്തെ റുക്നാണ്. ഇരിക്കുമ്പോൾ സുബഹിയാണെങ്കിൽ, അതല്ലെങ്കിൽ 2 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുക. വലത് കൈ തുടയുടെ മുകളിലും ഇടത് കൈ തുടയുടെയും മുട്ടിൻ്റെയും മുകളിൽ വെക്കുക. എന്നിട്ട് 2 വിരലുകൾ ചേർത്ത്, അതല്ലെങ്കിൽ 3ഉം 1ഉം 4 വിരലുകൾ ചേർത്ത് വട്ടമുണ്ടാക്കുകയും ചൂണ്ടുവിരൽ ചൂണ്ടുകയും ചെയ്യുക, ഉയർത്തുകയും ചെയ്യുക. അത് തന്നെ ദുആഇന്റെ സന്ദർഭത്തിലാണോ അല്ലയോ എന്നൊക്കെ ചർച്ചയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നപ്പോൾ തന്നെ ഉയർത്തിയിരുന്നു എന്നത് കാണാം. അതാണ് കൂടുതൽ സൂക്ഷ്മതക്ക് നല്ലത്. ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം ഇതൊക്കെ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ വരുന്ന ചില മസ്അലകളാണ്. അഥവാ നിസ്കാരത്തിൻ്റെ പരിപൂർണത കൈവരിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ്. ഒരാൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ശ്രദ്ധിച്ച് ചെയ്യുക എന്നത് നിസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ വിശാലതയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുജൂദിൽ പോകേണ്ടത് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം കാല് വെക്കേണ്ട രൂപം, അങ്ങനെയുള്ള പല മസ്അലകളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ നമുക്ക് തെളിവിനോട് യോജിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, കാണിച്ചു, പഠിപ്പിച്ചു എന്ന് നമ്മൾ കണ്ടത്, വിശ്വസ്തയോടുകൂടി കേട്ടത്, അത് നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് അത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ സ്വീകരിക്കുക. അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യം. അതിൽ ഏറ്റവും സുന്നത്തിനോട് അനുയോജ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. 12 റുക്നുകളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി 2 റുക്നുകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ബാക്കി വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.